Hello everyone, welcome back to Chapters of Nada. ഇന്ന് ഹാപ്പി ഈസ്റ്റർ എവ്രി വൺ ഫസ്റ്റ്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ലഞ്ചിന്. ആൻഡ് ഐ തോട്ട് ഓഫ് ഷെയറിങ് ഹൗ ദിസ് ഡേ ഈസ് ഗോയിങ് ടു എൻഡ് വിത്ത് യു ഓൾ. ഞാനിപ്പോൾ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചിട്ടെങ്കിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം, റെഡി ആവണം. ആൻഡ് ലെറ്റ്സ് സീ. ദി മീൻ ടൈം എൻ്റെ സിസ്റ്റർ അവിടെ ഒരു നല്ല അടിപൊളി ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഐ ലവ് ഹെർ ക്യാരറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ആക്ച്വലി ഇത് അവളുടെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് സെല്ലിങ് കേക്ക്സിൽ വൺ ഓഫ് ദി കേക്ക്സ് ആണിത്. ഷാർജ, അജ്മാൻ, ദുബായിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനോ സർപ്രൈസ് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിംഗ് അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു. ആദ്യം ഞാനൊരു 2 പീസ് സെറ്റാണ് ഇട്ടിരുന്നത്. ഇത് ഞാൻ മിൻട്രയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് സൈഡിലുണ്ടായിരുന്ന ഒരു നെയിൽ കൊണ്ടിട്ട് കീറിപ്പോയി. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് 2 ഇതായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നുമല്ല ശരിക്കും ഇട്ടത്, ഇതായിരുന്നു ഇട്ടിരുന്നത്. ഇത് ഞാൻ നമ്മുടെ ട്രെൻഡ്യോൾ ഹാളിൽ കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇവരുടെ സർക്കിളിലുള്ള ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഈ ഡോറ് തുറന്നു വരുന്നതാണ് രേഷ്മയെ പറ്റി പറയാനാണെങ്കിൽ UAയിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഈ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെ അല്ലാതെ ഞാൻ കാണുന്ന ഒരു മൂന്നാമത്തെ മുഖം രേഷ്മയുടെയാണ്. നാട്ടിൽ വെച്ചിട്ടാണേലും സിസ്റ്റർ എൻ്റെ അടുത്ത് ഒത്തിരി കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെ ആയിരുന്നു. യൂഷ്വലി ഞാനൊരു ഇൻട്രോവേർട്ട് പേസ് പിടിച്ച് പോകുന്നത് കൊണ്ട് എനിക്കറിയാൻ പാടില്ലാത്ത ആയിട്ടുള്ള ഫങ്ഷൻസ് ഞാൻ മെയിൻലി കൂടുതൽ അറ്റൻഡ് ചെയ്യാറില്ല. ആദ്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് കമ്പൽ ടു ഗോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പറയായിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന്. ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ മീറ്റ് ചെയ്യാറില്ലേലും നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റ്ലി മെസ്സേജസിലൂടെയൊക്കെ ഭയങ്കരമായിട്ടും ടച്ച് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഓൾസോ ഷീ മേക്സ് അമേസിങ് ഫുഡ്. ഇത്രയധികം ആളുകൾക്ക് ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കിയത്. അത്രയും ഫുഡിന് ഒന്നിനൊന്നും മെച്ചെന്ന് പറയാൻ പറ്റുന്ന മാതിരി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡിനൊക്കെ. പിന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര പാവമാണ്, ഭയങ്കര കമ്പനിയാണ്. നമുക്കൊരു ഓക്വേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല മെൽറ്റ് ആയിരുന്നു കേക്ക്. കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേക്കിന്. വാൾനട്ടും ക്യാരറ്റിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനുഷ്യരുള്ള വീടായിരുന്നു. അതിപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എപ്പോഴും എൻ്റെ അറൗണ്ട് വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെങ്കിലും വിളിച്ചു വരുത്തും. അങ്ങനെ ഓൾ ഓഫ് എ സഡൻ ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇടുകയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ചിൽ ആദ്യമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ലൈഫൊക്കെ ഞാൻ ഇച്ചിരി എൻജോയ് ചെയ്തെങ്കിലും പിന്നെ എവിടേക്കോ നമ്മൾ ഇതുപോലത്തെ ഗ്യാതറിങ്സ് ഒക്കെ മിസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ശരിക്കും ഒരു ഫാമിലി റീയൂണിയൻ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു എടുത്തു. എന്തോ കോയിൻസിഡൻസ് പോലെ ഞങ്ങൾ 3 പേരും ബ്ലൂ ആയിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതെൻ്റെ കസിനാണ്. ഇവരെല്ലാവരും എങ്ങനെയൊക്കെയോ കണ്ടുമുട്ടി, എങ്ങനെയൊക്കെയോ ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇവരിപ്പോൾ ഫ്രണ്ട്സാണ്. കുറച്ച് വർത്താനം ഗോസിപ്സും എല്ലാം പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വി സ്പെൻഡ് ആൻ അമേസിങ് ഈവനിങ്. താങ്ക് യു രേഷ്മ ആൻഡ് ക്രിസ്റ്റി ചേട്ടാ ഫോർ ഹാവിങ് അസ്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിനും എല്ലാം. ആൻഡ് താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.